ന്യൂഡൽഹിയിലെ തിരക്കുള്ള റോഡിൽ രണ്ട് വഴിയോര കച്ചവടക്കാർ കച്ചവടം നടത്തുന്നു. അവരിൽ ഒരാൾ ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്, മറ്റൊരാൾ കരിക്കും വിൽക്കുന്നു. അവരെന്ത് വിൽക്കുന്നു എന്നല്ല എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചത്, മറിച്ച് അവരെങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത് എന്നതാണ്. രണ്ടുപേരും QR കോഡ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ കസ്റ്റമറും QR കോഡ് ഉപയോഗിച്ചാണ് പേയ്മെന്റ് നടത്തി വരുന്നത്. എനിക്കിതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ചിത്രം. ഇത് പറഞ്ഞത് പ്രശസ്ത ജേർണലിസ്റ്റ് ആയിട്ടുള്ള പാൽക്കി ശർമ്മ ഓക്സ്ഫോർഡിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ കുതിപ്പിനെ കുറിച്ച് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞ വരികളായിരുന്നു. ഇന്ത്യയുടെ 10 വർഷത്തിൽ ഉണ്ടായ വളർച്ച നിസ്സാരമൊന്നുമല്ല. ഇവിടെ അത്ഭുതം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് പലരും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന ഉറപ്പ് തന്നെയാണ്. പക്ഷെ ഇത് ഫാക്റ്റ് ആണ്. മോദി സർക്കാരിന്റെ 10 വർഷം ഇന്ത്യയെ മാറ്റിയത്. മോദി സർക്കാർ 3ാം ടൈമിലേക്ക് കടക്കാൻ പോകുന്നു. അതൊരു പ്രതീക്ഷയല്ല, ഉറപ്പ് തന്നെയാണ്. ഇന്ത്യൻ ജനതയോടുള്ള ഉറപ്പ്. ഇന്നലത്തെ ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ, ഇനി നാളത്തെ ഇന്ത്യ, അതിലേക്ക് നമുക്ക് എത്തി നോക്കാം. സർക്കാരിന്റെ 10 വർഷം ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 10 വർഷം മുൻപ് വരെ നമ്മൾ കണ്ട ഇന്ത്യയാണോ ഇന്നത്തെ ഇന്ത്യ? ഇന്ത്യ സാമ്പത്തികമായും 11ാം സ്ഥാനത്തായിരുന്നു ഒരു കാലത്ത്, അല്ലെ? എന്നാൽ ഇന്ന് 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ വളർന്നു. ഇതെല്ലാം ഉണ്ടാകാനുള്ള ഒരു കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കൈവരിച്ചിട്ടുള്ള വിവിധ തീരുമാനങ്ങളും അതുപോലെ തന്നെ ആത്മനിർഭർ പദ്ധതികൾ മൂലമാണ്. ഇന്ത്യയുടെ വളർച്ച എന്തായിരുന്നു എന്ന് ചോദിക്കുന്നവരോട് എണ്ണി എണ്ണി പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് എൻ്റെ മുൻപിലുള്ളത്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നമ്മുടെ സർക്കാർ നിർമ്മിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നമുക്ക് സമ്മാനിച്ചു. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ചു. റെയിൽവേ വികസനത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ, കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം, ഇന്ത്യയുടെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിനുകൾ വന്ദേ ഭാരത് കൊണ്ടുവന്നില്ലേ? മറ്റൊന്ന്, ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ നിർമ്മിച്ചു. നീളം കൂടിയ റിവർ ക്രൂയിസ് കപ്പൽ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാതയായിട്ടുള്ള അടൽ സേതു, അതുപോലെ തന്നെ സുദർശൻ സേതു. മറ്റൊന്ന്, ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. ഇതെല്ലാം കൊണ്ടുവന്നു. ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽവേ തുരങ്കം നമ്മൾ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ്, അതായത് സൂറത്ത് ഡയമണ്ട് ബോയ്സ് കൊണ്ടുവന്നു. ഇന്ത്യയുടെ സാധാരണ ജനങ്ങൾക്കായിട്ട് 11 കോടി ടോയ്ലറ്റുകളാണ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. മെഡിക്കൽ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 262 മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നു. ഇപ്പൊ ആയുഷ്മാൻ ഭാരത് 30 കോടിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ 7 IIT സെന്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സർവകലാശാലകൾ 723 നിന്നും 1180 വർദ്ധിച്ചു. അതുപോലെ 15 AIMC ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇന്ത്യൻ ഹിന്ദുമതം കാത്തിരുന്ന രാമക്ഷേത്രം എത്ര കാലം കൊണ്ട് കാത്തിരുന്നതാണ്, അത് പണിതു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഫറൻസ് കൺവെൻഷൻ എക്സിബിഷൻ ഹാളുകൾ, അതായത് യേശുഭൂമി കൺവെൻഷൻ സെന്റർ, അതെല്ലാം നിർമ്മിക്കപ്പെട്ടു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് നിർമ്മിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ആണ് ഇന്ത്യ. GDP നിരക്ക് 6.3%. തുടർച്ചയായി 105 മണിക്കൂറും 33 മിനിറ്റും കൊണ്ട് 75 കിലോമീറ്റർ ബിറ്റുമിനസ് പാത സ്ഥാപിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡ് ഇവിടെ നേടി. എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഇന്ത്യ 2ാമത്തെ വലിയ ഫോൺ നിർമ്മാതാക്കളായി എന്നുള്ളത്. ഇനി ഭക്ഷണ നിർമ്മാണ രംഗത്ത് നോക്കുകയാണെങ്കിൽ തന്നെ, അതായത് ഗോതമ്പിന്റെയും അരിയുടെയും ഏറ്റവും വലിയ ഉൽപാദകരായിട്ട് ഇന്ത്യ മാറി. പിന്നെ ഏറ്റവും വിജയകരമായി നമ്മൾ G20 ഉച്ചകോടി ആതിഥേയത്വം അത് വഹിച്ചില്ലേ? ഇനി സ്റ്റാർട്ടപ്പ്
സംരംഭകരുടെ ഇടയിൽ തന്നെ 2014 വെറും 98 മാത്രമായിരുന്ന സ്ഥാനത്ത് 2023 ആയപ്പോഴേക്കും സ്റ്റാർട്ടപ്പുകൾ 1,00,000 മുകളിലായി. കായിക രംഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ യൂത്തിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ ഖേലോ സംരംഭം കൊണ്ടുവന്നു. പിന്നെ ഇന്ത്യൻ സ്കൂൾ ഗെയിംസ്, യൂത്ത് ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവയെല്ലാം സംഘടിപ്പിച്ചില്ലേ. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് 107 മെഡലുകൾ നേടിയത് ഇന്ത്യയാണ്. വനിതകൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നവരാണ് മോദി സർക്കാർ എന്നും. അതിനാൽ തന്നെ വിജയകരമായ വനിതാ സംവരണ ബിൽ അവിടെ പാസാക്കി. 2019 ആർട്ടിക്കിൾ 370 നീക്കം ചെയ്തത്. അത് കൊണ്ടുവന്ന മാറ്റം നമ്മൾ എല്ലാവരും കണ്ടു തന്നെയാണ്. അതുപോലെ മുസ്ലിംസിന്റെ ഇടയിൽ നിലനിന്നിരുന്ന മുത്തലാഖ് സമ്പ്രദായം അതും എടുത്തു കളഞ്ഞു. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വിജയിച്ചു. ഡിജിറ്റൽ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങൾ, വ്യവസായങ്ങൾ എല്ലാം വളരെ വിജയകരമായിരുന്നു. ചാർധാം പദ്ധതി വിജയകരം. പിന്നെ സ്വച്ഛ് ഭാരത് അഭിയാന്റെ നേട്ടം, VIP സംസ്കാരമായിട്ടുള്ള ലാൽ ബത്ത് നിർത്തലാക്കി, അത് പൂർണ്ണ വിജയമായിരുന്നു. സാഗർമാല, ഭാരത്മാല ഇതെല്ലാം വിജയിച്ചു. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് നേട്ടം കൈവരിച്ചു. കോളിളക്കം സൃഷ്ടിച്ച നോട്ട് നിരോധനം, OROP അതായത് 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കി. വ്യോമയാന മേഖലയിലാണെങ്കിൽ തന്നെ 36 ഗസ്റ്റ് ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ കൊണ്ടുവന്നു. ഗ്രാമ വ്യവസായ വിൽപ്പന 1,28,000 കോടി, അതായത് 4 മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISROയുടെ ബജറ്റ് 12,600 കോടി, ഇരട്ടിയായിട്ട് മാറി. ഇത്രയും മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഈ 10 വർഷത്തിൽ മോദി സർക്കാർ കൊണ്ടുവന്നത്. ഇതൊന്നും ഇന്ത്യയിലെ ഓരോ പൗരനും കാണാതെ പോകരുത്. അഭിമാനിക്കാം ഓരോ നിമിഷവും ഇന്ത്യയുടെ ഓരോ ചുവടുവെപ്പിന്റെയും വിജയം.